ഭക്തിയുടെ കുളിരു പകർന്ന് കോങ്ങാട് തിരുമാധാംകുന്ന് പൂരം പുറപ്പാട് ആഘോഷിച്ചു. ക്ഷേത്ര കലാക്ഷേത്രം പഞ്ചവാദ്യം കൊട്ടിയിറക്കത്തിന് അകമ്പടിയായി. ദർശന സുകൃതം തേടി ഒട്ടേറെ ഭക്തരെത്തി. വാദ്യകലാകാരന്മാർക്ക് നിൽക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഭക്തജനങ്ങൾ പുറത്തുകൂടെ പിന്നിലോട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. വാദ്യകലാകാരന്മാരും ആനയിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് വയസ്സായവരും കുട്ടികളും ആനകളിലേക്ക് പോകാതെ കുറച്ച് മാറി നിന്ന് പൂരം ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാവിലെ പന്തീരടി പൂജയ്ക്കു ശേഷം ഭഗവതി ആറാട്ടിനായി എഴുന്നള്ളി. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയുള്ള ആറാട്ടു പുറപ്പെടൽ ആത്മസായുജ്യമേകി. കോങ്ങാട് മധു നയിച്ച പഞ്ചവാദ്യം ആസ്വാദക മനം നിറച്ചു. വെയിൽ വകവയ്ക്കാതെ പുറപ്പാട് കൊട്ടിയിറക്കം ദർശിച്ച് പുണ്യം നേടാൻ വലിയ ജനക്കൂട്ടമെത്തി. 3 ഗജവീരന്മാർ അണിനിരന്നു. ഗജവീരൻ കിരൺ നാരായണൻകുട്ടി തിടംപേറ്റി. ഒരാണ്ടിന്റെ ഇടവേളയ്ക്കു വിരാമമിട്ട് വടക്കേ നടവഴി ആറാട്ടുകുളക്കടവിലേക്കുള്ള ദേവിയുടെ എഴുന്നള്ളത്ത് നിർവൃതിയേകി. മേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു തിരിച്ചെഴുന്നള്ളിപ്പ്. പുറപ്പാട് മുതൽ 6 ദിനവും 2 നേരവും കൊടിയിറക്കം ദിവസം സന്ധ്യയ്ക്കും ഭഗവതി ആറാട്ടിനായി ഇറങ്ങും. വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ, ചിട്ടയായ ആചാരവിധികൾ, ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് തിരുമാധാംകുന്ന് പൂരം. ഉച്ചയ്ക്ക് പ്രസാദകഞ്ഞി വിതരണത്തിൽ ഭക്തസഹസ്രങ്ങൾ പങ്കാളികളായി. ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, നാഗസ്വരം, ഇരട്ടത്തായമ്പക, സോപാന സംഗീതം, നൃത്തനൃത്യങ്ങൾ എന്നിവ നടന്നു. CCN കോങ്ങാട്.